നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു നേരത്തെ താൽക്കാലിക സുഖത്തിനായി സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഏതായാലും കാണക്കാരി ജെസ്സി വധക്കേസിൽ ഇപ്പോൾ ഒരു ദിവസം കഴിയും തോറും തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവ് മാത്രമാണ് സംഭവത്തിൽ പ്രതിയായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. കാണക്കാരി ജെസ്സി വധക്കേസിൽ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിൽ നിന്നും ഇപ്പോൾ ജെസ്സിയുടെ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. അതും ഈ കേസിൽ ഏറെ നിർണായകമാകും. അതൊരു തെളിവാണ്. ഏതായാലും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ അടുത്ത നീക്കം. വീടിന്റെ 1ാം നിലയിൽ മുൻപ് സാമിനൊപ്പം താമസിച്ചിരുന്ന വിയറ്റ്നാം യുവതി ജെസ്സിയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൽ നിന്ന് സാമിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. എന്തൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാം ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തെളിവുകളോ മറ്റോ ഈ ഒരു വാട്സപ്പ് ചാറ്റിൽ നിന്ന് കണ്ടെടുക്കാനായി കഴിഞ്ഞാൽ അതും ഈ കേസിൽ ഒരു ഡിജിറ്റൽ തെളിവായിട്ട് പോലീസിന് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കാണാതായിട്ടുള്ള ഫോൺ അതിനു വേണ്ടിയിട്ട് അന്വേഷണം നടത്തുകയും ഫോൺ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ജെസ്സിയെ കൂടാതെ ഇളയ മകനെയും കൊല്ലാൻ സാം പദ്ധതിയിട്ടിരുന്നതായും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന നടത്തി തന്റെ കുടുംബത്തിലുള്ള സ്വന്തം ഭാര്യയെയും ഇളയ മകനെയും കൊലപ്പെടുത്താനാണ് ഈ ഒരു സൈക്കോ ആയിട്ടുള്ള സാം ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച വിവരങ്ങളും ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഇതിനിടെ വിയറ്റ്നാം, ഇറാൻ, UAE, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുമായി സാമിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ജെസ്സിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഇവരെ സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മുൻപ് പങ്കാളിയായിരുന്ന സ്ത്രീ സാമും ജെസ്സിയും വിവാഹശേഷം താമസിക്കുന്ന വീട്ടിലെത്തിയെന്നും സാമുമായുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഏൽപ്പിച്ചു മടങ്ങിയെന്നും സാം മൊഴി നൽകിയതായും സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെ, അല്ലെങ്കിൽ സാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്, പിന്നീട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഇവിടെ ഉയരുന്നത്. നേരത്തെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിൽ 6 പേരടങ്ങിയ തിരച്ചിൽ സംഘം 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് ജെസ്സിയുടെ ഫോൺ കണ്ടെത്തിയത്. കുളത്തിന്റെ പല ഭാഗങ്ങളിലും 60 അടിയിലേറെ താഴ്ചയുള്ളതിനാൽ മുങ്ങൽ വിദഗ്ധർ ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ സാമിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ മാസം 26-നാണ് ജെസ്സിയെ സാം കെ ജോർജ് കൊലപ്പെടുത്തിയത്. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വാക്ക് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവം നടക്കുമ്പോൾ സാം ജെസ്സിയുടെ നേർക്ക് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയും തുടർന്ന് മുറിയിലേക്ക് വലിച്ചിഴച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഇടുക്കി തൊടുപുഴയിലെ ചെപ്പുകുളത്ത് ഉപേക്ഷിച്ച പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഇയാളെ മൈസൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സെപ്റ്റംബർ 26-ന് വൈകിട്ട് അമ്മയെ ഫോണിൽ കിട്ടാതായതോടെ മക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്ക് ശേഷം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കേസ് അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകും. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന 2 തോർത്തുകളും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നിർണായകമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോൺ കണ്ടെത്തിയതിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഈ ഒരു കേസിനെ സ്ട്രോങ് ആക്കും. അതുകൊണ്ടാണ് പോലീസ് വളരെ വേഗത്തിൽ തന്നെ മുങ്ങൽ വിദഗ്ധരടക്കം അടങ്ങുന്ന സംഘം ഇറങ്ങി ഫോൺ പരിശോധിച്ച് കിട്ടിയിരിക്കുന്നത്. കാണക്കാരിയിലെ കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് സാം കെ ജോർജ് ഈ തോർത്തുകൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. കാർ കഴുകാൻ ഉപയോഗിക്കുന്ന ചുവപ്പ്, വെള്ള നിറങ്ങളിലുള്ള തോർത്തുകളാണ് കണ്ടെടുത്തത്. താൻ കാർ കഴുകുന്നതിനിടെ യുവതിയുമായി വഴക്കുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നെന്നാണ് സാം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കണ്ടെടുത്ത തോർത്തുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനിടെ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സാമിനുണ്ടായിരുന്ന പങ്കാളിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് 1-2 പങ്കാളികളല്ല, നിരവധി പുറംരാജ്യങ്ങളിലുള്ള യുവതികളുമായിട്ടായിരുന്നു സാം ഇത്തരത്തിലുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നത്. ഇവരൊക്കെ ആയിട്ടും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാണ് വഴക്കുകൾ ആരംഭിച്ചതും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതും. യുവതിയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കൈപ്പട്ടൂരിലെ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തി.
കാണക്കരയിലുള്ള വീട്ടിൽ വെച്ച് ജെസ്സിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൊടുപുഴയ്ക്ക് സമീപമുള്ള കൊക്കയിൽ ഉപേക്ഷിച്ച ശേഷമാണ് സാം കെ ജോർജ് MG സർവകലാശാലയിലെ കുളത്തിലെത്തി മൊബൈൽ ഫോൺ എറിഞ്ഞത്. ജെസ്സിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച 2 തോർത്തുകൾ കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മറ്റ് സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ ആദ്യ ദിവസം തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളുടെ പോലീസ് കസ്റ്റഡി കാലാവധിയാണ് പൂർത്തിയാകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാൻ സാധ്യത കുറവാണ്. സാം ജോർജും ജെസ്സിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായി ഇവരുടെ മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും വിശദമായ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ഈ മക്കളൊന്നും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. ജെസ്സിയും സാമും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു വീടിന് 2 നിലകളിലായിട്ടായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവിടേക്കാണ് സാം പല സ്ത്രീകളുമായിട്ട് എത്തുകയും ജെസ്സി അത് ചോദ്യം ചെയ്യുകയും ഇരുവരും തമ്മിലുള്ള തർക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ബന്ധങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഒരുപാട് കാലം ഈ പറയുന്ന ജെസ്സിയും താമസിക്കുന്ന ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? അതുപോലെ ഇപ്പോൾ ഒരു കുഞ്ഞ് ഇത്തരത്തിൽ വന്ന ഒരു സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. സാം തന്നെയാണത് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് കൂടി പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിൽ സാമിന് മാത്രമാണ് പങ്കുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റാരുടെയെങ്കിലും സഹായം ഇതുവരെയായിട്ടും കേസിൽ സാം ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്ന ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കൂടുതൽ അന്വേഷണത്തിന് ഏറെ നിർണായകമാകുന്ന പല തെളിവുകളും ലഭിക്കുക. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്.